സുഹൃത്തുക്കളെ നമസ്കാരം. റഷീദ് തായ്ലാർ. എന്താണ് വിശേഷങ്ങൾ? ഒരു പുതിയ പരിപാടിയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയതാണ്. മുൻപ് നിർത്തിവെച്ച പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ഈ വളരെ വൈകിയ രാത്രിയിൽ ഞാനൊന്ന് ഇരുന്നൊന്ന് റെക്കോർഡ് ചെയ്ത് ട്രൈ ചെയ്തതാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്, എന്തൊക്കെയാണ് വ്യക്തത ഇല്ലാത്തതെന്നൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരികയാണെങ്കിൽ ഇത് പോളിഷ് ചെയ്ത് പ്രോപ്പറായിട്ട് ഉള്ള ഒരു ന്യൂസാക്കി മാറ്റാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതിനകത്ത് ഇന്നത്തെ ന്യൂസിന് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട. ഇന്ന് മാർക്കറ്റ് അവധിയാണ്, ശനിയാഴ്ചയാണ്, പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇന്ന് കിട്ടിയ ഒരു ഹൈലൈറ്റ്സ് ഒക്കെ എടുത്ത് ഞാൻ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിനകത്ത് എനിക്ക് പറ്റുന്ന അബദ്ധങ്ങൾ, ഞാൻ എന്തൊക്കെയാണ് അത് കറക്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് എത്ര ലെങ്തി ആയാലും യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ നേരിട്ടായാലും എങ്ങനെ അയച്ചു തന്നു കഴിഞ്ഞാലും എനിക്കത് യൂസ്ഫുള്ളായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്കിനനുസരിച്ചാണ് ഞാനിത് മാറ്റം വരുത്തുക. അപ്പോൾ എനിക്കതിന് ഒരു ഫീഡ്ബാക്കും കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് വലിയ മഹത്തായ കാര്യമാണെന്നുള്ള ചിന്താഗതിയിൽ മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ടും ക്രിറ്റിക്സ് തന്നെയാണ് വേണ്ടത്. എന്തൊക്കെ മാറ്റണം, എന്തൊക്കെയാണ് ബോറായിട്ടുള്ളതെന്നൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മാറ്റം വരുത്തിയിട്ട് പുതിയ ഒരു രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഫ്ലോ നോക്കാം. ഇവിടെ ആദ്യമായിട്ടുള്ള ഒരു ന്യൂസ്, സെൻസെക്സ് നിഫ്റ്റി ഇടിഞ്ഞു എന്നുള്ള ഓരോ ദിവസമാണ് ഞാൻ ഈ ന്യൂസ് അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഓരോ ദിവസവും കിട്ടുന്ന ഒരു 10-15 പോയിൻറ്റ്സ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നിഫ്റ്റി സെൻസെക്സ് കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയൊക്കെ താഴോട്ട് പോയിട്ട് 23,924 വരെ പോയി തിരിച്ച് 24,000 മുകളിൽ വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും 2 ദിവസമായിട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അത് എന്തായാലും അത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ പാക് പ്രശ്നങ്ങൾ തന്നെയാണ്. ഐ ടി സെക്ടറിൽ നല്ല ശക്തമായ പ്രകടനം വരുന്നുണ്ട്. എന്തായാലും TCS, ഇൻഫോസിസ് തുടങ്ങിയ കമ്പനികളൊക്കെ നല്ല രീതിയിൽ Q4 റിസൾട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്, നല്ല പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് ഈ ഒരു സെക്ടറിൽ ഈ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ആഴ്ചയിൽ നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ തിരിച്ചു വരവാണ്. അവരുടെ വരവോടുകൂടി 7 ദിവസം കൊണ്ട് നിഫ്റ്റി 2,500 പോയിൻ്റാണ് കയറിപ്പോയത്. പക്ഷേ ഇപ്പോൾ 2 ദിവസം കൊണ്ട് 500-ലധികം പോയിൻ്റ് തിരിച്ചിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും നമ്മളിപ്പോഴും പോസിറ്റീവിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ തിരിച്ചു വരവ് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഇന്ത്യ പാക് ഒരു ടെൻഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ കുറച്ചൊന്നൊരു ലാഗ് വന്നേക്കാം. എന്നാൽ കൂടി പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ക്രിപ്റ്റോയിൽ പറന്നു പോവാണ്. ബിറ്റ്കോയിൻ്റെയൊക്കെ പ്രൈസ് വളരെ സർവകാല ഹൈയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 90,000 അബോവ് 95,000 അബോവ് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. എന്തായാലും മികച്ച മുന്നേറ്റത്തിലാണ് പോകുന്നത്. 80 ലക്ഷം രൂപയാണ് ഒരു ബിറ്റ്കോയിൻ്റെ ഇന്നത്തെ വില. സത്യത്തിൽ അതിൻ്റെ അണ്ടർലൈങ് അസറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വെറുതെ ഒരു ഊഹത്തിൻ്റെ മുകളിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിനനുസരിച്ച് ആ മാർക്കറ്റ് വാല്യൂ കയറുന്നു എന്നേ ഉള്ളൂ. സത്യത്തിൽ അതിൻ്റെ പിന്നിൽ അത്രയും മൂല്യമുള്ള ഏതൊരു സ്റ്റോക്ക് നിങ്ങൾ വാങ്ങിക്കുമ്പോഴും ആ സ്റ്റോക്കിൻ്റെ പിന്നിൽ ആ കമ്പനിയുടെ ഒരു മൂല്യം ഉണ്ടാവും. ഇപ്പോൾ ഒരു രൂപ നോട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന 1 രൂപയുടെ ഒരു മൂല്യം അതിനുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള അസറ്റ് ബാക്ക് എൻഡിൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ബിറ്റ്കോയിന് എന്താണ് അസറ്റ് ഉള്ളത് എന്നത് എനിക്കിന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ ഒരു ഊഹക്കച്ചവടമാണ്. അപ്പോൾ ആ ഊഹത്തിൽ കയറി നിന്ന് നല്ല പ്രോഫിറ്റ് എടുത്തോളുക, പെട്ടെന്ന് മാറിക്കൊള്ളുക എന്നുള്ളതാണ്. Q4 റിസൾട്ടിൻ്റെ ഒരു ടൈമാണ് ഈ ഒരു മാസം. തീർച്ചയായിട്ടും ഒരുപാട് കമ്പനികൾ അവരുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. റിലയൻസിന് 2.4% ഒരു ലാഭവർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ സ്റ്റോക്ക് പ്രൈസ് കയറിപ്പോയിട്ടുണ്ട്. ഇന്ത്യ പാക് ടെൻഷൻ മാർക്കറ്റിൽ നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. പഹൽഗാമിൽ ഉണ്ടായിരുന്ന ഒരു തീവ്രവാദി ആക്രമണത്തിൽ 26ഓളം പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അതിനനുസരിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളൊരു നദീജല കരാറുണ്ട്, അത് ഇന്ത്യ നിർത്തലാക്കിയിട്ടുണ്ട്. അതുപോലെ എയർ സർവീസ് എല്ലാം തന്നെ നിർത്തലാക്കിയിട്ടുണ്ട്. വിസ സർവീസസ് എല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി മുന്നോട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഒട്ടുമിക്ക നിക്ഷേപകരും ഉറ്റുനോക്കുന്നത്. നമുക്ക് നോക്കിയിരിക്കാം. എന്തായാലും അതിൻ്റെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഗോൾഡിൻ്റെ പ്രൈസ് കത്തി പറന്നു പോകുന്ന ഗോൾഡിൻ്റെ പ്രൈസ് 2 ദിവസമായിട്ട് താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 0.92% ഒരു ഇടിവാണ് 2 ദിവസം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ഒരു ദിവസം $105 കയറിപ്പോയ ദിവസങ്ങളുണ്ട് തീർച്ചയായിട്ടും. അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ ആൾക്കാർക്ക് താല്പര്യം കുറയുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഇങ്ങോട്ട് അതായത് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ നിക്ഷേപത്തിന് ചേരുന്നതിനേക്കാൾ കൂടുതൽ നിക്ഷേപം പിൻവലിക്കാൻ അല്ലെങ്കിൽ ക്യാൻസലേഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷാ ഫോമുകളാണ് കൂടുതലും നൽകപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പണം ഒന്നുകിൽ സ്റ്റോക്ക് മാർക്കറ്റ്, കാരണം മാർക്കറ്റ് ഇടിഞ്ഞ് നിൽക്കുന്ന സമയമാണ്, ഒന്നുകിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് മാറ്റി പാർക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്നത് കണ്ട് ഭയന്നിട്ട് നിക്ഷേപകർ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും പിൻവലിക്കുന്നതായിരിക്കാം. എന്തായാലും രണ്ടായി കഴിഞ്ഞാലും മ്യൂച്വൽ ഫണ്ടിന് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾക്ക് ഡിമാൻഡ് കുറഞ്ഞു വരികയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോർപ്പറേറ്റ് റിസൾട്ടുകൾ, അതായത് ക്വാർട്ടർലി റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നതിൻ്റെ ഒരു തിരക്കാണ് ഇപ്പം. എന്തായാലും അതിനനുസരിച്ച് മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ദെൻ ഫൈനലി ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഈ ഇന്ത്യ പാക് വിഷയത്തിൽ നല്ല രീതിയിൽ ആടി ഒലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് കുറച്ച് നാളുകൾ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നുകിൽ ഏതെങ്കിലും രീതിയിൽ അതൊന്ന് പറഞ്ഞ് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ IT, ക്രിപ്റ്റോ, അതേപോലെ ബാങ്കിങ് സെക്ടറുകൾ നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട്. ബോണ്ട് മാർക്കറ്റും ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഈ ഒരു തുടക്കം എന്ന രീതിയിൽ ഏതാനും ന്യൂസിൻ്റെ പോയിൻറ്റ്സ് കളക്ട് ചെയ്ത് അതൊന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്. അപ്പോൾ ഇതൊരു ഓർഡറിലാക്കിയിട്ട് എന്തൊക്കെയാണ് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ അതിനനുസരിച്ച് ഇതെനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ മറുപടിക്കായി കാത്തു നിന്നുകൊണ്ട് ഈ ഒരു റിപ്പോർട്ട്, ഈ ഒരു ന്യൂസ് ക്ലിപ്പ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ശേഷം വളരെ വിശദമായ ഒരു പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.